ഹലോ നമസ്കാരം, ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഈ നോട്ട് 404 അതായത് പേജ് നോട്ട് ഫൗണ്ട് എന്നുള്ള പേജ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അങ്ങനെയുള്ള പേജ് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണം നമുക്ക് എന്ത് ചെയ്യാം, മനോരമ ഓൺലൈൻ്റെ വെബ്സൈറ്റ് ഒന്ന് നമുക്ക് ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മനോരമ ഓൺലൈൻ .com എന്ന വെബ്സൈറ്റ് ഞാൻ ഇവിടുന്ന് ഓപ്പൺ ചെയ്തു. ഇതാണ് മനോരമ ഓൺലൈൻ്റെ വെബ്സൈറ്റ്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ മനോരമ ഓൺലൈൻ കഴിഞ്ഞതിന് ശേഷം ഒരു സ്ലാഷ് ഇട്ടതിന് ശേഷം ഇതിൽ അവൈലബിൾ അല്ലാത്തൊരു പേജിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തു. എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാനിത് ഒന്ന് എൻ്റർ അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്, ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പേജ് ഇതിൽ നിലവിലില്ല. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ഒരു 404 എന്നുള്ളൊരു പേജായിരിക്കും കിട്ടുക. അതായത് മനോരമ ഓൺലൈനിൽ ഈ പേരിലൊരു പേജ് ഇതിൽ നിലവിലില്ല. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ രൂപത്തിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ തെറ്റിച്ചൊരു പേര് കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു 404 അതായത് ഇങ്ങനെ ഒരു പേജ് നിലവിലില്ല എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് എങ്ങനെ ജാങ്കോ ഉപയോഗിച്ചിട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളുടെ ചെയ്യുന്ന പ്രൊജക്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിക്കാം. ഓക്കെ, ഈ പ്രൊജക്റ്റ് ഞാനിപ്പോൾ റൺ ചെയ്യിപ്പിച്ചു. അതിനുശേഷം ഈ പ്രൊജക്റ്റ് റൺ ചെയ്യിപ്പിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒരു പേജിൻ്റെ പേര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്ലാഷ് ഇട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒരു പേര് നമ്മളിതുപോലെ ചേർത്ത് കൊടുത്ത് എൻ്റർ അടിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പേജ് നോട്ട് ഫൗണ്ട്, അതായത് നമുക്ക് ഇതുപോലൊരു എറർ പേജാണ് വരുന്നത്. അപ്പോൾ ഈ പേജ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ മനോരമ ഓൺലൈനിലൊക്കെ കാണുന്ന രൂപത്തിൽ ഇതുപോലെ ഒരു കസ്റ്റമൈസ് ചെയ്തിട്ടൊരു പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇത്തരത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഡിഫാൾട്ടായിട്ട് നമുക്കിവിടെ താൽക്കാലികമായിട്ട് ഇതുപോലൊരു പേജാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇങ്ങനെ വരാൻ കാരണം ഈ പേജ്, അതായത് ഇതിപ്പോൾ റൺ ചെയ്യിക്കുമ്പോൾ ഇവിടെ വന്ന് ഡിബഗ് എന്നുള്ളത് നമുക്ക് എന്താണ് ട്രൂ ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്കിതിൻ്റെ ഉള്ളിൽ എന്താണ് എറർ വരുന്നത് എന്നുള്ളത് നമുക്ക് സ്ക്രീനിൽ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ വന്ന് ഡിബഗ് ട്രൂ എന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മളൊരു പ്രൊജക്റ്റ്, അതായത് നമ്മളൊരു പ്രൊഡക്ഷൻ സ്റ്റേജിലേക്ക്, അതായത് നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് പ്രൊഡക്ഷൻ സ്റ്റേജിലേക്ക്, അതായത് അത് പബ്ലിക്കലി അവൈലബിൾ ആകുന്ന രൂപത്തിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഡിബഗ് എന്നുള്ളത് ട്രൂ മാറ്റിയിട്ട് എന്ത് ചെയ്യണം, ഫാൾസ് ആക്കി കൊടുക്കണം. അതായത് ഇങ്ങനെയുള്ള എററുകളൊന്നും വരുമ്പോൾ സ്ക്രീനിൽ നമുക്കിതുപോലെ ഒരു എറർ മെസ്സേജ് നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിബഗ് എന്നുള്ളത് നമ്മൾ ട്രൂ എന്നത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫാൾസ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെ ഈ ഡിബഗ് ട്രൂ എന്നത് മാറ്റി ഫാൾസ് ആക്കി കൊടുക്കാം, ഇങ്ങനെ ഫാൾസ് ആക്കി കൊടുക്കുമ്പോൾ എങ്ങനെ നമുക്കൊരു 404 പേജ് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ സെറ്റിങ്സ് എന്നുള്ളൊരു പേജ് ഓപ്പൺ ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ സെറ്റിങ്സ് എന്നുള്ള പേജ് നമുക്ക് ഇവിടുന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ സ്കൂൾ എന്നുള്ള പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ സെറ്റിങ്സ് എന്നുള്ള പേജ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ഇവിടെ ഡിബഗ് എന്നുള്ളത് നമുക്കിവിടെ ട്രൂ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതെവിടെയാണ് കൊടുത്തു എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ വന്ന് ഡിബഗ് എന്നുള്ളത് ട്രൂ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ മുകളിൽ തന്നെ കാണിക്കുന്നുണ്ട് ഡോണ്ട് റൺ വിത്ത് ഡിബഗ് ടേൺ ഓൺ ഇൻ പ്രൊഡക്ഷൻ, അതായത് ഇത് ഓൺ ചെയ്തിട്ട് ഒരിക്കലും എന്ത് ചെയ്ത് പ്രൊഡക്ഷനിൽ വിടരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ട്രൂ എന്നുള്ളത് മാറ്റിയിട്ട് നമുക്കിവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, അത് ഫാൾസ് ആക്കി കൊടുക്കാം. ഓക്കെ, ഫാൾസ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഫാൾസ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് എന്ത് ചെയ്യാം, ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഞാനിത് ഫാൾസ് ആക്കുന്നുണ്ട്. എഗെയിൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പേജ് ഒന്നുകൂടി റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വന്ന് റൺ ചെയ്യിക്കുമ്പോൾ നമുക്കിവിടെ വന്ന് ജസ്റ്റ് എന്താണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പേജ് ഇവിടെ തന്നെ എറർ കാണിക്കുന്നുണ്ട്. ഈ അലൗഡ് ഹോസ്റ്റ് എന്നുള്ളത് ഇവിടെ ബ്ലാങ്ക് ആയി നിൽക്കുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ ഡിബഗ് എന്നുള്ളത് ഫാൾസ് ആയി കൊടുക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു സ്റ്റാർ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്നുകൂടി റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഡിബഗ് ഫാൾസ് എന്നുള്ള ആ ഭാഗം ഇപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടും നമുക്കിത് റൺ ചെയ്യിക്കുകയാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് പ്രോബ്ലം ഒന്നും വരില്ല. നമുക്കിത് അഗെയിൻ ഒന്നുകൂടി റൺ ചെയ്യിപ്പിക്കാം. എന്നിട്ട് നമുക്കൊരു ഇൻവാലിഡ് ആയിട്ടൊരു വെബ് പേജ് ടൈപ്പ് ചെയ്ത് നോക്കാം.
അപ്പോൾ നമുക്ക് സ്ക്രീനിൽ എന്താണോ വരുന്നത് അത് നമുക്കിവിടെ കാണിക്കും. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്കിപ്പോൾ നേരത്തെ വന്നതിനും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് നോട്ട് ഫൗണ്ട് എന്നുള്ളൊരു ഭാഗമാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. ഇപ്പോൾ നമ്മളെ ഒറിജിനൽ പേജാണ് നമ്മളിവിടെ കൊടുക്കുന്നതെങ്കിൽ, അതായത് കറക്റ്റ് പേജാണ് നമ്മളിവിടെ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ കറക്റ്റ് ആ വെബ് പേജിൻ്റെ പേര് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി അതല്ല നമ്മളിവിടെ ഏതെങ്കിലും നമുക്ക് അവൈലബിൾ അല്ലാത്ത ഏതെങ്കിലും ഒരു പേജ് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ വന്ന് നോട്ട് ഫൗണ്ട് എന്നാണ് നമുക്കിവിടെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വന്ന് ഈ നോട്ട് ഫൗണ്ട് എന്നുള്ള ഈ ഔട്ട്പുട്ടിന് പകരം നമുക്ക് സ്വന്തമായിട്ട് നമുക്കിഷ്ടമുള്ളൊരു കസ്റ്റം ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നമുക്കിഷ്ടമുള്ള രൂപത്തിലൊരു ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെംപ്ലേറ്റ്സ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫോൾഡറുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് ഫയലുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആ പേജിനെയാണ് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫയൽ നമ്മളിവിടുന്ന് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്തു. ആ പേജിൻ്റെ പേര് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, 404.html എന്ന് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഈ പേജ് പേര് കൊടുത്താൽ മാത്രമേ അത് എന്ത് ചെയ്യൂ, വർക്കാവും. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ HTML വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വന്ന് HTML എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലേക്കൊരു ടൈറ്റിൽ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കോഡ് വന്നിട്ടുണ്ട്. ഈ രൂപത്തിൽ ഈ കോഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്ന് ടൈറ്റിൽ എന്നുള്ളത് 404 നോട്ട് ഫൗണ്ട് എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബോഡിൻ്റെ ഉള്ളിൽ H1ൻ്റെ ഉള്ളിൽ ഇവിടെ വന്ന് 404 നോട്ട് ഫൗണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി ഇവിടെ വന്ന് നമുക്കൊരു മെസ്സേജും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഒരു മെസ്സേജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ വന്ന് ഞാൻ എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ടെക്സ്റ്റ് ജസ്റ്റ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, പേജ് നോട്ട് ഫൗണ്ട് എന്നുള്ളതൊരു മെസ്സേജും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മളെ ചോയ്സാണ്. എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കാം. പേജ് നോട്ട് ഫൗണ്ട് എന്നുള്ളൊരു പേജും നമുക്കിവിടെ, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റും നമ്മളിവിടെ ഒന്ന് ചേർത്ത് കൊടുത്തു. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതൊന്ന് റൺ ചെയ്യിപ്പിക്കാം. ഇനി ഇത് റൺ ചെയ്യിക്കുമ്പോൾ ഈ പേജ് നമുക്ക് റൺ ചെയ്യിക്കുമ്പോൾ നേരത്തെ നമുക്ക് ഇതുപോലൊരു മെസ്സേജാണ് വന്നിരുന്നത്. അതിന് പകരമായിട്ട് നമുക്ക് ഈ മെസ്സേജ് ആയിരിക്കും വരിക. അതായത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് എന്ത് പേരാണോ നമ്മൾ ചേർത്ത് കൊടുത്തത്, അല്ലെങ്കിൽ എന്ത് ഡാറ്റാസ് ആണോ നമ്മൾ ചേർത്ത് കൊടുത്തത്, അതായിരിക്കും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു 404 പേജ്, അതായത് ഇങ്ങനെ ഒരു പേജ് ഇല്ല എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ചെയ്തത്. ഇവിടെ നമ്മൾ ഒറിജിനൽ പേജിൻ്റെ പേര് കൊടുക്കുകയാണെങ്കിൽ, അതായത് അവൈലബിൾ ആയിട്ടുള്ള, അതായത് നിലവിലുള്ളൊരു പേജിൻ്റെ പേര് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പേജ് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി ഇങ്ങനെ ഇല്ലാത്ത നമ്മൾ റോങ് ആയിട്ട് അങ്ങനെ ഒരു പേരില്ലാത്ത ഏത് പേജിൻ്റെ പേര് കൊടുക്കുകയാണെങ്കിലും നമുക്ക് എന്തായിരിക്കും, ആ 404 ഫൗണ്ട്, അതായത് അങ്ങനെ ഒരു പേജ് ഇല്ല എന്നുള്ള ഭാഗമായിരിക്കും നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.